സ്വരവസന്തമായി മനസ്സിലേക്ക് പെയ്തിറങ്ങിയ കുഞ്ഞുമക്കൾ പാട്ടും ചിരിയും ഒക്കെ കൊണ്ട് പ്രേക്ഷക മനം നിറയ്ക്കുന്ന ഈ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹ സ്വാഗതം. കല്യാണ റൗണ്ടുമായിട്ട് നമ്മുടെ വൈഗ കുട്ടി എത്തുന്നു. വെൽക്കം വൈഗ ഓൺ സ്റ്റേജ്. ഹലോ ഹലോ മക്കുടം എന്ത് സർ എന്തുണ്ട്? സുഖം. കല്യാണ റൗണ്ടിന് വന്നതാ. കല്യാണ റൗണ്ടിന് വന്നതാണല്ലേ? അതാ ഇങ്ങനെ. ഓ, അതാണ് ഞാൻ നോക്കിയപ്പോ ഒരു സദ്യ ഉണ്ണാനുള്ള ഒരു ആവേശം തോന്നി. അപ്പൊ അച്ഛനും അമ്മയൊക്കെ വരും. പക്ഷെ വൃത്തിയായിട്ട് പാടണം കേട്ടോ, ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ദേഷ്യം വരും, അവര് ചെവി കയറി പിടിക്കും. കല്യാണാണ് കേട്ടോ, നന്നായിട്ട് പാടിക്കൊള്ളണം. ഏത് പാട്ടാണ്? കല്യാണ പല്ലക്കിൽ വേളിപ്പയ്യൻ. ഇത് രാജാ സാറിന്റെ അല്ലേ? സൂപ്പർ സോങ്, സൂപ്പർ സോങ്. സാറിന് മോള് തന്നെ പാടിയത് അല്ലേ? ഭവതാരിണി പാടിയത്. ആ, പിന്നെ ഡീറ്റെയിൽസ് പറയൂ. ഞാൻ എപ്പം പഠിക്കുന്നത്, ഇന്ന് പഠിക്കാൻ മറന്നുപോയി. മറന്നു. സിനിമയുടെ പേരെങ്കിലും അറിയോ? സിനിമ ചന്ദ്രൻ ഊഞ്ഞാൽ. ഊഞ്ഞാൽ. അതിന് മുമ്പൊരു വാക്കുണ്ട്, ചന്ദ്രൻ ഊഞ്ഞാൽ. ചന്ദ്രൻ ഊഞ്ഞാൽ. നല്ല പേരല്ലേ? ചന്ദ്രന്റെ ഊഞ്ഞാലെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പേരിടുമായിരിക്കും ചിലപ്പോ ഇങ്ങനെ, അങ്ങനെ അല്ലേ? ഇതങ്ങനെ ഊഞ്ഞാൽ. അതെ, കളി ഊഞ്ഞാൽ. കളിയൂഞ്ഞാൽ. പ്ലേ ഊഞ്ഞാൽ. അടിപൊളിയായിട്ട് പാടും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ഇഷ്ടപ്പെട്ടോ? ആ ഇഷ്ടപ്പെടും. ഞാൻ കണ്ടിട്ടില്ല ഇവരത്. അയ്യോ അത് കഷ്ടമായി അതൊരു കാണേണ്ടതായിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അതായത് ആ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു അമ്മയുടെ. ഓ എന്താ ഡാൻസ്, എന്നാ ഡാൻസാ. അതെ. പിന്നെ മാത്രമല്ല അച്ഛൻ അമ്മയും പിടിച്ചിട്ടൊരു വേറെ ഡാൻസ് ഒരു ഇംഗ്ലീഷ് സ്റ്റൈലില് ഒരു ട്വിസ്റ്റ് അതൊക്കെ ഉണ്ടായിരുന്നു. നന്നായിട്ട് പാടിയിട്ടു. താങ്ക് യു സാർ. അടിപൊളിയായിട്ട് പാടി. Thank you, sir. വളരെ രസമായിരുന്നു. അപ്പൊ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് വേറെ കുറെ ഇങ്ങനെ ആലോചിച്ചു പോയി. കാരണം ഇങ്ങനൊക്കെ ഇപ്പോഴുണ്ടോ ഈ ദല്ലാള് പോയിട്ട് ഇങ്ങനെ ഫോട്ടോ കാണിക്കുക? മാട്രിമോണിയാണ് അല്ലേ? അല്ല മീനുട്ടിക്ക് ഭയങ്കര സന്തോഷം മുഖത്ത്. എന്ത് ഞാൻ കണ്ടിട്ടുണ്ടോ? അല്ല അങ്ങ് തെളിഞ്ഞു ആന്ന് പറയുന്നു. എനിക്കറിയാൻ വേണമെന്ന്. ആ ചിലപ്പം വരും അവിടെ ഇതുപോലെ ആള്. 3-4 ഫോട്ടോ എങ്ങനെയുണ്ടെങ്കിലും. ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചാൽ മതി. തൽക്കാലം പഠിക്കുക കേട്ടോ മീനുട്ടി. പിന്നെ എന്ത് പറയുന്നു ഈ ഒരു അവസരത്തിനെ കുറിച്ച്? അവസരത്തിനെ കുറിച്ച് വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനൊക്കെ തന്നെ ആയിരുന്നു? അറേഞ്ച്ഡായിരുന്നു അതോ ലവ് മാരേജ് ആയിരുന്നു? അറേഞ്ച്ഡായിരുന്നു. മോളുള്ളോണ്ടാണോ പറയുന്നത്? അല്ല അറേഞ്ച് പോയി കണ്ടു. അങ്ങോട്ട് പോയി. അപ്പം ഇതുണ്ടായിരുന്നു ഇത് ഈ ഫോട്ടോ കൊണ്ട് കാണിച്ചു? അല്ല ഫോട്ടോ കൊണ്ട് കാണിച്ചല്ല, ഫസ്റ്റിൽ കാണാൻ പോയി. ഓ എങ്ങനെയാണ് ഈ കാണാൻ? ഫസ്റ്റിൽ നേരിട്ട് അങ്ങ് വീട്ടിൽ പോകും? അല്ല ഒന്ന് അന്വേഷിച്ചു. ഫസ്റ്റിൽ വിളിച്ചു ചോദിച്ചു. വിളിച്ചു ചോദിച്ച് അന്വേഷിച്ചു. ഇങ്ങനെ വരട്ടെ എന്ന് പറഞ്ഞു. അന്ന് വന്നോളൂ കണ്ടോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ചെന്നു. അപ്പൊ ഈ സിനിമ കാണുന്ന പോലൊക്കെ തന്നെ ലഡ്ഡു ജിലേബി ഇതെല്ലാം വെച്ചു, കാപ്പിയും എല്ലാം വെച്ചു. കണ്ടു. കാപ്പി എടുത്തോണ്ട് തന്നു. അതെ കണ്ടു. തന്നു. ആദ്യത്തെ നോട്ടത്തിൽ എന്താ തോന്നിയത്? കണ്ടു, അന്നേരം തന്നെ ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് മാറി നിന്ന് സംസാരിക്കുമല്ലോ ചെയ്തു? അതോ കുറച്ചെല്ലാം സംസാരിച്ചിനെ. എന്താ സംസാരിച്ചെന്ന് ഓർമ്മയുണ്ടോ? ഒന്നുമില്ല, പേര് ചോദിച്ച്. ഏതോ ഒരു സിനിമയില് ബേസിലിന്റെ പടത്തിൽ പറയുന്നുണ്ട് ഇതുപോലെ ഇപ്പൊ കോഴിക്ക് എന്താ വില. അത് ക്ലൈമാക്സിലും കറക്റ്റ് ആയിട്ട് സിങ്ക് ചെയ്ത് വരും. അപ്പൊ എന്തായാലും സംഭവിച്ചു. ഇപ്പൊ എത്ര കുട്ടികളാണ്? 2 ആളാണ്. 2 ആള്. ഇത് മൂത്താളാണ്. പിന്നെ മോനുണ്ട്. പാടുവോ? 2 വയസ്സാണ്. 2 വയസ്സായിട്ട് പാടിക്കൊള്ളു. അല്ല ഇപ്പൊ ഫോൺ നോക്കിയിട്ട് ശ്രുതി ഇട്ടിട്ട് പാടാൻ തുടങ്ങി. സാന്ന് പറഞ്ഞപ്പോ പാടുവോ? ഇപ്പൊ ലോകം മുഴുവനുള്ള മലയാളികൾ എവിടെ ഉണ്ടോ അവരുടെ കുട്ടികളെല്ലാം തന്നെ ഈ ടോപ്പ് സിംഗർ എന്നുള്ള ഒരൊറ്റ പ്രോഗ്രാം കണ്ടിട്ട് അവരെല്ലാം പാട്ട് പഠിക്കാൻ തുടങ്ങിയിരിക്കുക. ഒരു ഇൻട്രസ്റ്റ് ടോപ്പ് സിംഗർ കാരണം ഉണ്ടായി സാർ. അതൊരു വലിയ അനുഗ്രഹമാണ് ബാക്കിയെല്ലാവർക്കും. അപ്പൊ എന്തായാലും മോളെ സന്തോഷം. താങ്ക് യു. എനിക്കിന്ന് എടുത്ത് പറയേണ്ടത് അമ്മയാണ് കേട്ടോ. അയ്യോ എന്ത് ആക്ടിങ് അല്ലേ. അതെ. അത് താങ്കൾ കണ്ടോ? അവിടെ ഫോട്ടോ എടുത്ത് ഉടനെ ഒന്നും കണ്ടില്ലല്ലോ. ഞാൻ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോ ഇങ്ങനെ കളിക്കുന്നു. അല്ല ഞാൻ കണ്ടോന്നാ ചോദിച്ചേ. അല്ല ഞാനിതെല്ലാം ഒന്ന് കഴിയേണ്ട ഒരു ഈന് കണ്ടില്ല. ഭയങ്കര ആക്ടിങ് ആയിരുന്നു. ശരിക്കൊരു സിനിമ ആയിരുന്നു ഇവിടെ. വളരെ സന്തോഷം. രസമായിട്ട് ചെയ്തോട്ടെ. രസമായിട്ട് ചെയ്തു നിങ്ങൾ. ഒരു പരിചയമില്ല മാം. അടുക്കളയിൽ നിന്നിട്ടുള്ള പരിചയമുള്ളൂ. അതെ മാം. ഒരു മഹാഭാഗ്യാണ്. മോള് കാരണം നമ്മള് ഈ സ്റ്റേജിൽ എത്തി തന്നെ. പറഞ്ഞു കഴിഞ്ഞാൽ അവള് വലിയ ആളാവും. പക്ഷെ നല്ല കുട്ടിയായിട്ടും എപ്പോഴും ചിരിച്ച മുഖവും മോളെ കാണുന്ന നല്ല ഖുഷിയായിട്ടാണ്. ചിരിയുണ്ട് എപ്പോഴും. അസലായിട്ട് പാടുന്നുണ്ട് കേട്ടോ മോള്. താങ്ക് യു മാം. അത് ആരുടെ? അച്ഛന്റെ അമ്മയുടെ ആരുടെ ഗിഫ്റ്റ് ആണ് അത്? മോക്ക് 2 ആളും പാടും. അവരെ കൊണ്ട് പാടിപ്പിക്കണ്ടേ? സുറുമൈ ഹക്കിയോമേ ನನ್ನ ಮೊನ್ನಯಿಕ್ಕೆ ಸಪ್ಪನಾದೆ ಜಾರೆ ನಿಂದಿಯಕ್ಕ ಓಡುತ್ತೆ ಪಾಕಿರೆ ಅಕ್ಕಿಯೋಮೆ ಆಜಾ ಸಾಕಿರೆ ರಾರಿರಾರೋ ಓ ರಾರಿರೋ ರಾರಿರಾರೋ ಓ ರಾರಿರೋ கண்ணை கலைமானே கண்ணிமயிலன கண்டை உனை நானே அந்திப்பகலோனை நான் பார்க்கிறேன் ஆண்டவனே இதுதான் கேட்கிறேன் ராரிராரோ ஓ ராரிரோ രാരിരാരോ ഓരാരിരോ. വെരി ഗുഡ് വെരി ഗുഡ്. നല്ല വോയിസ് അല്ലേ ചേച്ചി? വോയിസ്. ഇനിയിപ്പം മോടെ അമ്മ 4 വരി. മംഗളങ്ങളരുളും മഴനീർക്കണങ്ങളെ
വെറുതെ അല്ല കുട്ടി പറഞ്ഞേ. നമ്പൂരി വന്നു. മോളു എന്താ മാം? യു ഹാവ് ടു താങ്ക് യുവർ പേരൻസ്. ഈശ്വരന്റെ അടുത്ത് താങ്ക്സ് പറയണം. കാരണം ഇത്രയും ഒരുപാട് ജ്ഞാനസ്ഥരായിട്ടുള്ള അച്ഛനും അമ്മയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. വെരി നൈസ്. സ്റ്റേ ബ്ലെസ്ഡ്. സന്തോഷായിട്ടിരിക്കും. ഗോഡ് ബ്ലെസ്. നല്ലോണം പാടിട്ടോ. മോളെ പറയാൻ മറന്നായി. അച്ഛനായിട്ട് പാടി. Thank you. ഈ പാട്ടിന്റെ അതാണ് രാജാ സാറിന്റെ പാട്ട് എന്ന് പറയുമ്പോ ഒരു ഫോമാറ്റ് കണ്ടോ അല്ലേ? അതെ, അതെ. രസാ. വൈകുട്ടി എന്തോ സാർ? സൂപ്പർ ആയിരുന്നു. താങ്ക് യു സാർ. ഉഗ്രനായിട്ട് പാടി കേട്ടോ. താങ്ക് യു സാർ. എല്ലാം കൊണ്ടും നല്ല രസമുണ്ടായിരുന്നു. അമ്മയുടെ അഭിനയം എന്താ അഭിനയം. അപ്പൊ എന്തായാലും പാട്ട് വളരെ നന്നായിട്ട് പാടി. ആകെ ആ കെട്ടിയിടണമെന്ന് മാത്രം ചെറുത് മൈന്യൂട്ടായിട്ടൊന്ന് ശ്രുതി ഫ്ലാറ്റ് ആയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. ഭവധാരണിയാണത് പാടിയത്. എനിക്ക് വളരെ അടുപ്പമുള്ളൊരു കുട്ടിയായിരുന്നു രാജാ സാറിൻ്റെ മോള്. ഞാൻ ആദ്യമായിട്ട് പാടിയ കന്നഡ ഫിലിമിൽ അത് കാർത്തിക് രാജ ആദ്യമായിട്ടല്ല രണ്ടാമത് പാടിയ പാട്ട്. അത് കാർത്തിക് രാജയാണ് മ്യൂസിക് ചെയ്തത്. അപ്പോൾ അതിൽ ഞാനും ഭവധാരണിയും ഡ്യുവറ്റും പാടിയിട്ടുണ്ട്. എന്തായാലും വലിയൊരു നഷ്ടമാണ് ഭവധാരണി നമ്മുടെ സംഗീത ലോകത്തിന്. നല്ല കഴിവുള്ള സിംഗറും സംഗീത സംവിധായകയും കൂടിയായിരുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. വൈകക്കുട്ടിക്ക് ഇന്ന് ഞങ്ങൾ തരുന്ന മാർക്ക് ഇത്തിരി കുറവാണ്. ക്ഷമിക്കണം, ഒന്നും വിചാരിക്കരുത്. അതെന്താ അമ്മയെ നോക്കുന്നേ? അല്ല, അച്ഛനും അമ്മയൊക്കെ വന്നിട്ട് മോശമായി എന്ന് വിചാരിക്കരുത് കേട്ടോ. ഇല്ല. സാരമില്ല. It's 100 out of 100. ആടി ഒരു പ്ലേ ഊഞ്ഞാൽ കുട്ടി. ഹാപ്പി അല്ലേ എല്ലാവരും? താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. Thank you. ഓക്കെ. ലോകമെമ്പാടുമുള്ള കലാസ്നേഹികൾ നെഞ്ചിലേറ്റിയ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൻ്റെ ഫിനാലെ അടുത്ത് വരികയാണ്. ക്വാർട്ടർ ഫൈനൽസ്, സെമി ഫൈനൽസ്, മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലെ. മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലെ ഓണ ദിവസമാണ്. ഓണ ദിവസം നിങ്ങൾക്കൊരു പ്രഥമൻ കൂട്ടിയുള്ളൊരു നല്ല സദ്യ. എല്ലാ കുട്ടികളും ചേർന്ന് അവരുടെ കഴിവ് തെളിയിക്കുന്ന ആ ദിവസം നമുക്കെല്ലാം ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കാം. മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലയിൽ ഒരു വിജയിയായിരിക്കും എന്ന് പറഞ്ഞ് ബാക്കി നമ്മുടെ കുട്ടികളാരും മോശക്കാരല്ല. എല്ലാവരും ഒന്നിനോടൊന്ന് ഒപ്പത്തോടൊപ്പം തോൾ ചേർന്ന് നിന്ന് വളരെ പരിശ്രമിക്കുകയാണ് ആ ഒന്നാം സ്ഥാനത്തേക്ക്. അത് ആരായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. എന്തായാലും നിങ്ങളുടെ അനുഗ്രഹം വേണം. ഈ ഓണ ദിവസം നിങ്ങൾ ഞങ്ങളോടൊപ്പം മാത്രം. സെപ്റ്റംബർ 15 കാത്തിരിക്കും. മണിമുറ്റത്താവണിപ്പന്തൽ മേലാപ്പു പോലെ അണിയാരത്തമ്പിളിപ്പന്തൽ. മണിമുറ്റത്താവണിപ്പന്തൽ മേലാപ്പു പോലെ അണിയാരത്തമ്പിളിപ്പന്തൽ. മണവാട്ടി പെണ്ണൊരുങ്ങ് മാമ്പൂമൈ പൂത്തിറങ്ങ് ഇന്നല്ലേ നിന്റെ കല്യാണം കണ്ണാടി മുല്ലേ ഇന്നല്ലേ നിന്റെ കല്യാണം. മണിമുറ്റത്താവണിപ്പന്തൽ മേലാപ്പ് പോലെ അണിയാരത്തമ്പിളിപ്പന്തൽ. പൂന്തിങ്കൾ തിടമ്പ് തട്ടാരായി പോരില്ലേ തൈമാസപ്രാവ്. താരം കൊരുക്കും നിൻ തൂവൽ
മുത്തേ നീ കാർകൂന്തൽ മെടയേണം. മാണിക്യമൈനേ നീ കച്ചേരി പാടേണം. കല്യാണം കാണാൻ വരേണം കണ്ണാടി മുല്ലേ, കല്യാണം കാണാൻ വരേണം. മണിമുറ്റത്താവണിപ്പന്തൽ മേലാപ്പ് പോലെ അണിയാരത്തമ്പിളിപ്പന്തൽ. മണിമുറ്റത്താവണിപ്പന്തൽ മേലാപ്പു പോലെ അണിയാരത്തമ്പിളിപ്പന്തൽ. മണവാട്ടി പെണ്ണൊരുങ്ങ് മാമ്പൂമൈ പൂത്തിറങ്ങ് ഇന്നല്ലേ നിന്റെ കല്യാണം. കണ്ണാടി മുല്ലേ ഇന്നല്ലേ നിന്റെ കല്യാണം. സുജു, ഒരുപാട് സന്തോഷം, ഒരുപാട് 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 സന്തോഷം. വേറൊന്നുമല്ല, കുറേ വർഷമായിട്ട് നമ്മൾ പാടുന്നു, നമ്മൾ ഓരോ വഴിക്ക് അങ്ങോട്ട് പോകണു, അവിടെ പാടുന്നു, ഇവിടെ വരുന്നു, വീണ്ടും കാണുന്നു, പിന്നെ ചില ചാനലിൽ പാടുന്നു, വീണ്ടും നമ്മുടെ കുടുംബ ചാനലിൽ വരുന്നു. സമയം കിട്ടുമ്പോൾ വീണ്ടും വരാം എന്ന് ഒരു അഷുറൻസ് തന്നിട്ടുണ്ട്. വേറൊന്നുമല്ല, ഈ കുട്ടികളുടെ പാട്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം. സന്തോഷം, നമുക്കൊരു പുതിയ എനർജിയാണ് ഒരു ഇത് പോസിറ്റീവ് കേട്ടുപോകുമ്പോ. അതെ, ശരിക്കും. കാരണം അവരെങ്ങനെയാണ് ഇങ്ങനെ പഠിക്കുന്നത്, എങ്ങനെയാണ് ഇത്രയും കാണാതെ പഠിച്ച് പാടുന്നത്. നമ്മൾ നമ്മുടെ കാലത്ത് ആലോചിച്ച് നോക്കണം. നമ്മുടെ 6 വയസ്സിലും 7 വയസ്സിലും നമ്മൾ എന്താ വന്നത്. എൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ 5 വയസ്സോ 6 വയസ്സോ ഒക്കെ എൻ്റെ ഗോലി ഉണ്ടല്ലോ, ഗോലി ഇങ്ങനെ കളിക്കും, തകാന്നിരിക്കും മുട്ട് വെച്ചിട്ട്. അത് പിന്നെ ഒരു ടയറുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ ചേട്ടൻ പറയടാ ഇത് വാങ്ങിച്ചോണ്ടോടാ, ഉടുപ്പ് തേച്ച് വാങ്ങിച്ചോണ്ട് വരാൻ പറയും. അപ്പോഴും ഞാൻ എൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യും. ടയറാണ്, മറ്റേ ടയർ, വലിയ സൈക്കിളിന്റെ ടയർ, അതെടുത്തിട്ട് ഇങ്ങനെ പോകുന്നത്. പക്ഷെ കാലം മാറി. 6 വയസ്സായ കുട്ടികൾ ഇന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് ഈ വേദിയിൽ ഒരു പാട്ട് പാടിക്കഴിയുമ്പം ലോക പ്രശസ്തരായിട്ട് മാറുകയാണ്. തീർച്ചയായിട്ടും അതാണ് കാലത്തിന്റെ വ്യത്യാസം. അപ്പൊ അതൊക്കെ കാണുന്ന നമുക്കൊരു വലിയൊരു എനർജിയാണ്. ഇപ്പൊ സുജു വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. കാരണം പറയാതിരിക്കാൻ നിവൃത്തിയില്ല, എന്നെ ആദ്യം ചാനലിൽ ജഡ്ജിങ് എന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര മടിയായിരുന്നു വരാൻ. വർഷങ്ങൾക്ക് മുമ്പ് ആദ്യം ശ്രീകണ്ഠൻ സാറാണ് എന്നെ നിർബന്ധിച്ച് ഒരു ജഡ്ജി ആക്കിയത്. പിന്നെ അവിടെ നിന്ന് തിരിഞ്ഞു നോക്കേണ്ടിയേ വന്നിട്ടില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില സ്ഥലത്തൊക്കെ എന്നെ കളിയാക്കിയിട്ട് ഡൈനോസറിന്റെ മുഖം വെക്കും ജഡ്ജ്. ഡൈനോസർ അപ്പൊ തുടങ്ങിയതാണ് പണിയുന്നത്. അപ്പൊ ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ ഇപ്പൊ അല്ലാതെ കാണുന്നില്ലല്ലോ ആരെയും. നമ്മള് ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. അതെ, ഞാൻ ചിരി തേടി നടക്കുക. അതെ, പിന്നെ നമ്മുടെ ഈ ഗ്രൂപ്പിനെ ഒന്നും കാണാനേ. നമ്മുടെ ഓർക്കസ്ട്രക്കാരും മ്യൂസിഷ്യൻസ് കേരളത്തിലെന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്കൊരു വീക്ക്നെസ് ആണ്. എനിക്കും ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. അപ്പൊ ചേച്ചി ഇനി സമയം കിട്ടുമ്പോഴൊക്കെ ടോപ്പ് സിംഗറിലേക്ക് വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. തീർച്ചയായിട്ടും. ഗോഡ് ബ്ലെസ്. എല്ലാ കുട്ടികൾക്കും ഇവിടുത്തെ എല്ലാ ആശംസകളും. അടുത്ത സീസണും അടിപൊളിയാവട്ടെ. ആവും, കാരണം ഇവർക്ക് അങ്ങനത്തെ സെലക്ഷൻ അല്ലേ ഇവിടുത്തെ കുട്ടികളെ. ആവട്ടെ. ഗോഡ് ബ്ലെസ്. അപ്പൊ സുജു ആൻറ്റി, താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. ഇവിടെ ഒത്തിരി പേരുണ്ടായിരുന്നു കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. അതാ കുറെ പേര് അങ്ങോട്ടേക്ക് വന്നേ, ഉമ്മ തന്നോട്ടെ, കെട്ടിപ്പിടിച്ചോട്ടെ ഒക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഒത്തിരി സന്തോഷം. ഇനിയും വരണം ഞങ്ങളുടെ അടുത്ത്. തീർച്ചയായിട്ടും. താങ്ക് യു. വലിയ ആക്ട്രസ് ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടക്കട്ടെ. അപ്പൊ എന്തായാലും ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. സുജുവും ഇന്ന് നിങ്ങളോട് ബൈ ബൈ പറയുകയാണ്. തീർച്ചയായിട്ടും കുറച്ച് മാസങ്ങൾക്കകം വീണ്ടും സുജു ഇവിടെ വന്നിരിക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം വീണ്ടും കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റ, ബൈ, സീ യു.